ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് സ്റ്റെയർ കേസിൻ്റെ, അതായത് നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റെയർ, മുകളിലേക്കുള്ള സ്റ്റെയർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഫുൾ ലാമ്പറ്റ് സിസ്റ്റം എങ്ങനെയാണെന്നുള്ളതാണ് നോക്കുന്നത്. ഇത് ഫുൾ ലാമ്പ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും, സ്റ്റെയറാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റെയർ കയറുന്നതിൻ്റെ ഏറ്റവും താഴെ തന്നെ ഒരു ഫുൾ ലാമ്പ് കൊടുത്തിട്ടുണ്ട്. അതിന് തൊട്ട് ലെഫ്റ്റ് സൈഡിൽ തന്നെ നമ്മൾ കയറി പോകുന്ന അവിടെ സ്വിച്ചും കൊടുത്തിട്ടുണ്ട്. ഇത് ഫുൾ ലാമ്പാണ് കൊടുത്തിരിക്കുന്നത്. ഫുൾ ലാമ്പ് നിങ്ങൾക്ക് മാർക്കറ്റിൽ നിന്ന് പല രീതിയിലുള്ള അവൈലബിൾ ആണ്. സെൻസറുള്ള ടൈപ്പ് ഉണ്ട്, അതല്ലാത്ത രീതിയിൽ നോർമൽ ലെവലിൽ ഏകദേശം ഒരു 150 രൂപ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന മോഡലുകളുണ്ട്. GMൻ്റെ മോഡലുണ്ട്, ഗോൾഡ് മെഡലിൻ്റെ മോഡലുകളുണ്ട്, അങ്ങനെ പല പല മോഡലുകളുണ്ട്. ഇത് നമ്മൾ വെച്ചിരിക്കുന്നത് 2 മോഡുകളുടെ, അതായത് 2 മോഡുകളുടെ, അത് കോമൺലി കുറച്ചുകൂടി സ്റ്റാൻഡേർഡ് 2 മോഡുകൾ വയ്ക്കുന്നതാണ്. അത് 3 മോഡുകൾ വെക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി സ്റ്റാൻഡേർഡ് 2 മോഡുകളുടെ, അന്ന് നീറ്റായിട്ടിരിക്കുന്ന രീതിയിലാണ് കുറച്ചുകൂടി നല്ലത് 2 മോഡുകളാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിപ്പോൾ ഒന്ന് നോക്കുക അറിയാൻ പറ്റും. സ്റ്റെയർ ചെയ്യുന്ന സമയത്ത് തന്നെ, സ്റ്റെയർ ചെയ്യുന്നതിൻ്റെ തൊട്ട് മുകളിൽ തന്നെ, അതായത് ആ സ്റ്റെയർ ചെയ്യുന്ന സമയത്ത് തന്നെ സ്റ്റെയറിനേക്കാൾ ഏകദേശം ഒരടി അല്ലെങ്കിൽ 10 ഇഞ്ചെങ്കിലും ഹൈറ്റിൽ വേണം നമ്മൾ ഈ സ്റ്റെയറിൻ്റെ, അതായത് ഈ ഫുഡ് ലാമ്പിൻ്റെ ബോക്സുകൾ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്റ്റെയർ ഓൾറെഡി ഏകദേശം 2 ഇഞ്ച് പൊക്കത്തിലാണ് വരുന്നത്. 2 ഇഞ്ച് പൊക്കത്തിൽ അതിൻ്റെ കോൺക്രീറ്റിങ് വരുന്നുണ്ട് സ്റ്റെയർ ചെയ്തതിന് ശേഷം. പിന്നെ അതുമ്പോൾ തന്നെ ഗ്രാനൈറ്റ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ ഏകദേശം 2 ഇഞ്ച് അല്ലെങ്കിൽ 2.5 ഇഞ്ച് പൊങ്ങി വരും. പിന്നെ അതിൻ്റെ സ്കട്ടിങ് കൂടി ഉണ്ട്, ഏകദേശം ഒരു 4 ഇഞ്ച് സ്കട്ടിങ് ഉണ്ടാവും കോമൺലി വരുന്നത്. 4 ഇഞ്ച് സ്കട്ടിങ് കൂടി കഴിഞ്ഞ് നമുക്ക് ഏകദേശം 6 ഇഞ്ച് ഹൈറ്റെങ്കിലും ഓൾറെഡി നമുക്ക് കിട്ടണം. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളൊരു 10 ഇഞ്ച് ഹൈറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം കറക്റ്റ് ആയിരിക്കും. അതായത് നോർമൽ ലെവലിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് 10 ഇഞ്ച് ഹൈറ്റ് നമ്മൾ ഓൾറെഡി സ്റ്റെയറിൻ്റെ അവിടെ നിന്ന് ഓൾറെഡി നമ്മൾ 10 ഇഞ്ച് ഹൈറ്റിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. നീറ്റായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇത് സ്റ്റെയർ കയറി വന്നു, പിന്നെ അതിൻ്റെ ലാൻഡിങ്ങിലേക്ക് നമുക്ക് ഒരു കൂടി കൊടുത്തു നമ്മൾ. അതിനുശേഷം വീണ്ടും പിന്നെ ഇത് ലാൻഡിങ്ങിൻ്റെ സെക്ഷനാണ് വരുന്നത്, അതായത് സ്റ്റെയറിൻ്റെ പകുതി കഴിഞ്ഞു. ഇനി അടുത്ത സെക്ഷനിൽ വരുമ്പോൾ തന്നെ വീണ്ടും ഒരെണ്ണം കൊടുത്തു, ഒരു ഫുൾ ലാമ്പ് കൂടി കൊടുത്തു. അതിനുശേഷം ഏറ്റവും ടോപ്പിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിൻ്റെ പല രീതിയിലുള്ള ഫുൾ ലാമ്പുകൾ മാർക്കറ്റിൽ കിട്ടും. നമുക്ക് ഗോൾഡ് മെഡലിൻ്റെയൊക്കെ മാർക്കറ്റിലാണ് അവൈലബിൾ ആയിട്ടുണ്ട്. ഗോൾഡ് മെഡലാണെങ്കിൽ നമുക്ക് 3 സ്റ്റെപ്പ് ഓൾറെഡി അതിൻ്റെ ലൈറ്റുകൾ അറേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെ സ്റ്റെയർ ചെയ്തിരിക്കുന്നത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നീറ്റായിട്ടാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെയറിൻ്റെ കട്ടിങ് വരെ കൊടുത്തിരിക്കുന്നത് നീറ്റാണ്. അതുകൊണ്ടാണ് ആ ലൈറ്റുകൾ കൂടി വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. കണ്ടോ, സ്റ്റെയർ ചെയ്തിരിക്കുന്ന രീതി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. റൗണ്ട് ചെയ്ത് കർവ് ചെയ്യല്ല ചെയ്തിരിക്കുന്നത്, സ്ക്വയർ കട്ടിങ്ങിലാണ് കൊടുത്തിരിക്കുന്നത്. സേഫ്റ്റിക്ക് കൂടിയിട്ട് ഉദ്ദേശിച്ചിട്ടാണ്. അത് ലാൻഡിങ് കയറി വന്നു. അതിനുശേഷം ഏറ്റവും ടോപ്പിലായിട്ട് ഒരെണ്ണം കൂടി കൊടുത്തു. നമുക്ക് മിനിമം ഒരു അത്യാവശ്യം നല്ല വലിപ്പമുള്ള സ്റ്റെയർ ആണെങ്കിൽ ഏകദേശം ഒരു 6 അല്ലെങ്കിൽ 5 ഫുഡ് ലാമ്പുകൾ മിനിമം ആവശ്യമാണ്. ഇവിടെയാണ് നമ്മൾ ലാൻഡിങ് കയറി വന്നതിന് ശേഷം ഇവിടെ 2 വേ സ്വിച്ചാണ് കൊടുത്തിരിക്കുന്നത്. 2 വേ സ്വിച്ച് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതായത് താഴെ നിന്നും മുകളിൽ നിന്നും ഓപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 2 വേ സ്വിച്ച്, അതായത് ഫുഡ് ലാമ്പ് നമ്മൾ കൊടുക്കുന്നത് 2 വേ സ്വിച്ചിലാണ് കൊടുക്കേണ്ടത്. കാരണം താഴെ നിന്നും മുകളിൽ നിന്നും ഓപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിൽ. പിന്നെ ഈ സ്റ്റെയറിൻ്റെ ഒരു ലൈറ്റ് കൂടി 2 വേ സ്വിച്ചിൽ നമുക്ക് കൊടുക്കാം. 2 വേ സ്വിച്ചിൻ്റെ കണക്ഷൻ, അതായത് സ്റ്റെയറിൻ്റെ 2 വേ സ്വിച്ചിൻ്റെ കണക്ഷൻ ആർക്കെങ്കിലും അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഇതിന് മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എൻ്റെ ലിങ്ക് കൊടുക്കാം. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊന്ന് അറിയാൻ ശ്രമിക്കാം. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ ഇത് ഇഷ്ടപ്പെടുന്ന ആളുകളിലേക്ക് ഷെയർ ചെയ്യാനും മടിക്കരുത്, ലൈക്ക് ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.